വചനം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ നമ്മൾ 1 കൊറിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായത്തിനകത്തേക്ക് നമ്മൾ വരുന്നത്. സ്തോത്രം. കൊറിന്ത്യർ സഭയ്ക്ക് എഴുതിയത് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് തന്നെയാണ്. കൊരിന്ത് സഭ അവര് കൃപകളിലൊക്കെ വളർന്നവരും കൃപകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരും ഒരുപാട് ദൈവിക കൃപകളാൽ നിറഞ്ഞവരും ആയിരുന്നു. പക്ഷെ അവര് ജീവിച്ചിരുന്ന ലോകത്ത്, ജനങ്ങളെല്ലാം ജീവിച്ചിരുന്ന ലോകം ഒരുപാട് മ്ലേച്ഛതയും ഒരുപാട് അഴുക്കും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കൊരിന്ത് സഭയ്ക്കകത്തേക്ക് ഒരുപാട് ഇന്ന് നമ്മൾ നമ്മുടെ ലോകത്ത് കാണുന്ന അതേ സംഭവങ്ങളൊക്കെ അവിടെയും കടന്നു കയറി ചെന്നിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. അപ്പം ആ മ്ലേച്ഛമായ സാഹചര്യങ്ങളുടെ ഇടയിൽ സഭ പിടിച്ചു നിൽക്കാൻ, സഭ വിശുദ്ധി കാത്തു നിൽക്കാൻ വേണ്ടി എഴുതി വെച്ച ലേഖന ഭാഗങ്ങളൊക്കെയാ കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനങ്ങൾ. അതിനകത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൊരിന്ത് സഭയ്ക്കകത്തും പലവർക്കും യേശുവിനോട് ഉള്ള താല്പര്യത്തിനെക്കാട്ടിലും അധികം, അല്ലെങ്കിൽ യേശുവിനോട് താല്പര്യമുള്ളതിനോടൊപ്പം തന്നെ യേശുവിനോടുള്ള താല്പര്യം പല ആൾക്കാരിൽ നിന്ന് വന്നതെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഈ സഭ അല്ലെങ്കിൽ ആ സഭ, അല്ലെങ്കിൽ അവർ പറയും ഇന്ന ആൾക്കാരുടെ നടത്തുന്ന സഭകള്. അപ്പം ആൾക്കാർക്കായിരുന്നു അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത് ക്രിസ്തുവിനെക്കാട്ടിലും. പക്ഷെ ഇവർ ഒരുപാട് കൃപകളൊക്കെ നിറഞ്ഞൊരു ദൈവസഭയായിരുന്നു. ഹല്ലേലൂയ. ഇവർക്ക് എഴുതുന്ന ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ ചില വാക്കുകൾ നമുക്കൊന്ന് 1 കൊരിന്ത്യർ 1-നകത്തുനിന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് പോൾ ടു ദ കൊറിന്ത്യൻസ് ചാപ്റ്റർ 1. ഈ 1-ാം അധ്യായത്തിനകത്ത് 1-ാം വാക്യത്തിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പൗലോസ് പറയുന്നുണ്ട്, ഇത് ഞാന് പൗലോസ് ദൈവഹിതത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പം പൗലോസിന് തന്നെ പൗലോസിനെ കുറിച്ചുള്ള ബോധ്യം നോക്കിക്കേ. പൗലോസ് പറയുക, പൗലോസ് എഴുതുക, പൗലോസിനെ കുറിച്ച് പൗലോസ് പറയുക, I've been chosen by the will of God to be an apostle of Christ Jesus. കണ്ടോ, ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാന് ഈ സഭയ്ക്ക് എഴുതുക. അവിടെ ഒരു സ്വസ്തനസിനെ കാണുന്നുണ്ട്. ഇതേ സ്വസ്തനസിനെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ആക്സ് ചാപ്റ്റർ 18 വേഴ്സ് നമ്പർ 17. അപ്പോസ്തലപ്രവൃത്തി 18-17 ഒരു സ്വസ്തനസിനെ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഈ പൗലോസിന്റെ എതിരെ ആ ദേശം സംസാരിച്ചപ്പോ അവിടെ ആൾക്കാരെല്ലാം ഈ സ്വസ്തനസ് വന്നിട്ടാ പൗലോസിനെ ഡിഫെൻഡ് ചെയ്തപ്പം എല്ലാരും കൂടെ ചേർന്ന് അടിച്ച് ചതച്ച് വാരുന്ന ഒരു വ്യക്തിയാണ് സ്വസ്തനസ്. അപ്പൊ ഈ സ്വസ്തനസ് ഒരു വിശ്വാസിയായി. ഈ വിശ്വാസിയായപ്പം കൊള്ളുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, ആൾക്കാരുടെ ഇടയിൽ നല്ല പേരുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പൗലോസ് ഈ സ്വസ്തനസിന്റെ പേരും കൂടെ വെച്ചാണ് ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സഭയോട് എഴുതുന്ന കാര്യം നോക്ക്. നമുക്ക് ഈ 2-ാം വാക്യം തൊട്ടൊന്ന് ശ്രദ്ധിക്കാം. 2-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, I am writing to God's church in Corinth, to you who have been called by God to be his own holy people. He made you holy by means of Christ Jesus, just as he did for all people everywhere who call on the name of our Lord Jesus Christ, their Lord and ours. ഇതൊന്ന് വായിക്കാം. 2-ാം വാക്യം 1 കൊരിന്ത്യർ 1:2. അപ്പം ഈ പൗലോസ് എഴുതുന്ന സഭ വായിച്ചേ. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. അപ്പൊ വിശുദ്ധീകരിക്കപ്പെട്ടവരും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും. 2 വിളിക്കപ്പെട്ടത്. അപ്പം വിശുദ്ധീകരിക്കപ്പെട്ടത്, വിളിക്കപ്പെട്ടവര്, എല്ലാ സ്ഥലങ്ങളിലുമുള്ള വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നു. അപ്പം കണ്ടോ, കൊരിന്ത്യൻ സഭയ്ക്ക് മാത്രമല്ല, ഇന്ന് നമുക്കും ഇതൊക്കെ പ്രാധാന്യമുള്ളത്.
വിളിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും. കണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവം പേഴ്സണലായിട്ട് ഇൻവിറ്റേഷൻ കൊടുത്ത ഓരോരുത്തർക്കും, ഈ ഇൻവിറ്റേഷൻ കൊടുത്ത ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടവരുമാ. ഹല്ലേലൂയ. ഇന്ന് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഈ ലെറ്റർ, ഈ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഈ ലേഖനം ഇമ്പോർട്ടൻ്റാ. നമ്മളോട് ഓരോരുത്തരോടും എഴുതിയിരിക്കുന്നത് പോലെയാ. കർത്താവിൽ ആശ്രയിച്ച് പൗലോസ് പറയുക, ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പേഴ്സണൽ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചവരാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ക്ഷണിക്കണമായിരുന്നു. ഈ ക്ഷണനം നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിലൂടെ പിതാവായ ദൈവം നമുക്ക് ഇട്ടുതന്ന് നമ്മളെ ക്ഷണിച്ചവരാ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാ. ഇതിനകത്ത് വലിയൊരു അർത്ഥമാ. ഒരു വിവാഹത്തിനകത്തേക്ക്, ഒരു കല്യാണത്തിനകത്തേക്ക് ഒന്ന് കല്യാണം കൂടാൻ ഗസ്റ്റായിട്ട് ചെല്ലണമെങ്കിൽ നമ്മളെ ക്ഷണിക്കണം, അല്ലേ? നമ്മളെ പേഴ്സണലി ആരെങ്കിലും ഫോൺ എടുത്തോ നേരിട്ട് വീട്ടിൽ വന്നോ ഒരു കത്ത് എഴുതിയോ നമ്മളെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യും. എന്തിനാ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ചെയ്യും. അല്ലാതെ ന്യൂസ് പേപ്പറിനകത്ത് അഡ്വർടൈസ്മെന്റ് പോലെ ഇട്ടാൽ ആരെങ്കിലും ചെല്ലുവോ? ചെല്ലത്തില്ല, അല്ലേ? എങ്ങനെയാ ചെല്ലുന്നേ? പേഴ്സണലായിട്ട് മുഖാമുഖം കണ്ട്, അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ച് എങ്ങനെയൊക്കെ ക്ഷണിക്കും, അല്ലെ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയും, നിങ്ങൾ വന്നേ പറ്റൂ. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, ഭർത്താവിനെ മാത്രം വിളിച്ചാൽ മതി, അപ്പം ഭാര്യയും ഒക്കെ ഇൻക്ലൂഡഡ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദവരുടെ ഇടയിലൊക്കെ മേട്രിയാർക്കൽ സൊസൈറ്റി, അല്ലെ? സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടങ്ങളുണ്ട് ഹൈന്ദവ സമൂഹങ്ങൾക്കകത്ത്. അപ്പം കുടുംബത്തിൽ വന്നാല് ആ വീട്ടിലെ പുരുഷനെ മാത്രമല്ല ആ സ്ത്രീയെയും കൂടെ ക്ഷണിക്കും, അല്ലെ? നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരണം എന്നാ പറയുന്നത്. ആ ഹസ്ബൻഡിനും ആ വൈഫിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കും. എന്തിനാ? നിങ്ങൾ ഇമ്പോർട്ടൻ്റ്. പലയിടങ്ങളിൽ പറയും ഭർത്താവിനെ വിളിച്ചാൽ മതി, ഭർത്താവിനെ വിളിച്ചാൽ ഭാര്യയും ഇൻക്ലൂഡഡ് ആണെന്ന് പറയും. പക്ഷെ അല്ലാതെ പല സമൂഹങ്ങൾക്കകത്തും അവര് പറയും, ആ ഭാര്യയോടും പറയും ഭർത്താവിനോടും പറയും, എന്താ? നിങ്ങൾ വരണം, അല്ലെ? ഇതേപോലെ തന്നെ പൗലോസ് പറയുക, പേഴ്സണലായിട്ട് ഇൻവിറ്റേഷൻ ലഭിച്ചവര്, അല്ലയോ വിളിക്കപ്പെട്ടവര്. നാം വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ദൈവം സമയമെടുത്ത് സമയം ചെലവഴിച്ച് തൻ്റെ ഓമന പുത്രനെ നമ്മളുടെ നടുവിൽ വിട്ടേച്ച് നമ്മളെ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്തു. ഹല്ലേലൂയ. വാ, നിങ്ങൾ കേറി വാ, സ്വർഗരാജ്യത്തിനകത്തോട്ട് നിങ്ങൾ കേറി വാ. ഈ ക്ഷണനം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും എങ്ങനെ ഈ ക്ഷണനം നമുക്ക് ലഭിച്ചത്? ദൈവവചനത്തിലൂടെ, ഹല്ലേലൂയ, ഒരു പാട്ടിലൂടെ ഒക്കെ നമ്മൾക്ക് ഈ ക്ഷണനം ലഭിച്ചു. ക്രിസ്തുവിന്റെ രാജ്യത്തിനകത്തെ പങ്കാളികളായി തീരുവാൻ, ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ക്ഷണം സ്വീകരിച്ച് വന്ന നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അപ്പോസ്തലൻ അവിടെ പറയുക, 1 കൊരിന്ത്യർ ലേഖനം 1:2 ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടു. ഇത് ആർക്കാ? ഇത് ആരൊക്കെയോ ഈ ക്ഷണനം സ്വീകരിച്ച് വരുന്ന എല്ലാവർക്കും ഇത് ബാധകമാ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:2 ഒന്നും കൂടി ഞാൻ വായിച്ചേ. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും. അവൻ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ സ്ഥലത്തും ലോകം മൊത്തം വ്യാപരിച്ചു കിടക്കുന്ന എല്ലാ ഇടങ്ങളിലും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചിറങ്ങിയ എഴുതുന്നവർ. ഹല്ലേലൂയ. അപ്പൊ ഇറ്റ് ഈസ് സോ റെലവന്റ് ഈവൻ ടുഡേ. ഇന്നും ഈ വചനത്തിന് പ്രാധാന്യമുണ്ട്. ഇന്നും ഈ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ഈ വചനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് അവിടെ പറയാ, മേ ഗോഡ്, 3-ാമത്തെ വാക്യം, മേ ഗോഡ് our Father and Lord Jesus Christ give you grace and peace. നിങ്ങൾക്ക് കൃപയും സമാധാനവും നൽകട്ടെ. ഹല്ലേലൂയ. കൃപ എന്താ? ഗ്രേസ് എന്താ? അൺമെറിറ്റഡ് ഫേവർ. നമുക്ക് അർഹതയില്ലായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ
കൃപ നമ്മളുടെ മേൽ വന്നു വീണു, ഫേവർ നമ്മളുടെ മേൽ വന്നു വീണു, ഒരു തെരഞ്ഞെടുപ്പ് വന്നു വീണു. നമ്മൾക്ക് ആർക്കും യോഗ്യതയില്ലായിരുന്നു ആ പേഴ്സണൽ ഇൻവിറ്റേഷൻ ലഭിക്കാൻ വേണ്ടി, അല്ലെ? നമുക്ക് ആർക്കും ഒരു യോഗ്യതയും ഇല്ലായിരുന്നു നമ്മളുടെ വാതിൽ വന്ന് മുട്ടിയിട്ട് ദൈവം നമ്മുടെ ഭവനത്തിനകത്ത് കയറി വരാൻ നമുക്ക് ആർക്കും യോഗ്യതയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് യേശു കയറി വരാനായിട്ട് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവം നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മളുടെ ജീവിതം തെരഞ്ഞെടുത്തു വാതിലിൽ വന്ന് മുട്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിനകത്തേക്ക് കയറുവാൻ, അല്ലെ? ഹല്ലേലൂയ. യേശു കർത്താവ് വന്ന് മുട്ടുന്ന എത്രയോ വാതിലുകളുണ്ട്. പക്ഷെ ആ ക്ഷണനം പലവരും കേൾക്കാതെ പോകുന്നു, കേട്ടാലും ശ്രദ്ധിക്കാതെ പോകുന്നു. വേണ്ട എന്ന് പറഞ്ഞ് അവരവരുടെ ജീവിതങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, അല്ലെ? പക്ഷെ ഈ ക്ഷണനം കേട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചത് നമ്മളുടെ കഴിവല്ല, പക്ഷെ അകത്തുനിന്ന് ആഴത്തിനോട് കൂടി യോജിച്ചപ്പോൾ, ആഴത്തിന്റെ വിളി കേട്ടപ്പോൾ, ഹല്ലേലൂയ, നമ്മളുടെ അകത്തിരിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വിളി, ആ ശബ്ദം, ആ ക്ഷണനം കേട്ടപ്പോൾ നാമും കർത്താവും ഒന്നായി തീർന്നത് എത്ര മഹാഭാഗ്യം, അല്ല? ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, കൊരിന്ത്യർ സഭയോട് പറയുക, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സകല കൃപ നിറഞ്ഞ ഗിഫ്റ്റ്, ഗ്രേഷ്യസ് ഗിഫ്റ്റ്സ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഗിഫ്റ്റുകൾക്കായിട്ടും ഞാൻ നന്ദി പറയുക, ദൈവത്തിനോട് നന്ദി പറയുക, നിങ്ങൾ കർത്താവിൻ്റെതായി തീർന്നത് കൊണ്ട്. ആ 4-ാം വാക്യത്തിനകത്ത് പറയുക, കൊരിന്ത്യർ സഭയ്ക്ക് മാത്രമല്ല, കർത്താവിന്റെ ക്ഷണനം സ്വീകരിച്ച് കേറി വന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവേശുവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലുള്ള സകല ആത്മീയ കൃപാവരങ്ങളുടെയും അവകാശികളാ നമ്മൾ ഓരോരുത്തരും. ആ 4-ാം വാക്യം ഒന്ന് വായിച്ച്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അപ്പം ദൈവകൃപ ക്ഷണം സ്വീകരിച്ച് ക്രിസ്തുവിൽ വന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിനകത്ത്, എഫെഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 3, അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർ സഭയ്ക്കും എഴുതുമ്പം പറയുവാണ്, all praise to God the Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly realms because we are united with Christ. എന്ന് വായിച്ചേ. 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, ശകലമല്ല സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സകല ആത്മീയ വരങ്ങള് നമ്മളെ നിറച്ചിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് കൃപ ലഭിക്കണം, നമുക്ക് കൃപ തന്നിട്ടുണ്ട്, നമ്മളുടെ മേൽ അഭിഷേകം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്താൽ മതി. കർത്താവെ, എൻ്റെ അകത്ത് തന്നിരിക്കുന്ന ആ ദൈവകൃപ ഒന്ന് വ്യാപരിക്കട്ടെ, എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നാൽ ഇത് വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയിരിക്കുക. അത് തന്നെ വീണ്ടും എഫെസ്യർ സഭയിൽ പറയുന്നുണ്ട്, അല്ലെ? കൊരിന്ത്യർ സഭയോട് പറയുക, ഞാൻ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സകല കൃപാവരങ്ങളെ ഓർത്ത് ഞാൻ സ്വർഗത്തിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ കൃപയുള്ളവരാ. നമ്മളുടെ കണ്ണിനെയൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും അവര് പറയും, കർത്താവെ കൃപയും കൊണ്ട് നിറയ്ക്കണം, ഞാൻ നീ കൃപയിൽ നിന്ന് നോ. കർത്താവ് വിശ്വസ്തനാ. നമ്മള് കൃപയിൽ നിന്ന് വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കാൻ കർത്താവ് വിശ്വസ്തനാ. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് തന്നെ, 1 കൊരിന്ത്യർ 1-നകത്ത് തന്നെ അതിന്റെ 8-ാം വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക, he will keep you strong to the end so that you will be free from all blame on the day when our Lord Jesus Christ returns. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ആമേൻ, സ്തോത്രം. അപ്പം കൃപ നമുക്ക് തന്നിട്ട്, അല്ലെ, നമ്മളെ ക്ഷണിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ പേഴ്സണലായിട്ട് ക്ഷണിച്ചു, നമ്മളെ കൃപ കൊണ്ട് നിറച്ചിട്ട് നമ്മളെ അവസാന നാള് വരെ
കർത്താവ് വീണ്ടും വരുന്നത് വരെ നിത്യതയോളം നമ്മളെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ മതിയായവനാ കർത്താവ്. ഹല്ലേലൂയ. പലവരുടെയും പ്രാർത്ഥനയൊക്കെ ഫോക്കസ് തെറ്റിപ്പോവും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവേ അയ്യോ ഞാനിങ്ങനെ അഴുക്കിനകത്ത് വീഴാതെ നമ്മളെ സൂക്ഷിക്കാൻ മതിയായവനാ കർത്താവ്. ഹല്ലേലൂയ. നമ്മള് പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വസിക്കുന്നുവെന്ന് ബോധത്തോടെ നമ്മൾ ജീവിച്ചാൽ ഹല്ലേലൂയ നമുക്ക് ഒരുപാട് നിരാശ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എഴുതി വെച്ചിരിക്കുക, ഹി വിൽ കീപ് യു സ്ട്രോങ് ടു ദി എൻഡ്. ഹല്ലേലൂയ. നമ്മളെ ധൈര്യത്തോടെ ബലത്തോടെ അവസാന നാൾ വരെയും പിടിച്ചു നിർത്താൻ കഴിവുള്ള കർത്താവിന് ഒന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നമ്മളെ ബലഹീനതയ്ക്കകത്തുനിന്ന് നമ്മളെ കോരിയെടുത്ത് ഇന്ന് നിർത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിനകത്ത് ദൈവ പൈതലായിട്ട് നമ്മളെ നിർത്തിയിരിക്കുന്നത്. കർത്താവെ ഞാൻ വീണു പോകാതെ എന്നെ സൂക്ഷിക്കണേ എന്ന് നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കുവല്ല ചെയ്യേണ്ടത്. കർത്താവെ വീണു പോവാതെ എന്നെ സൂക്ഷിച്ചിരിക്കുന്നതിനായി സ്തോത്രം. എപ്പം നമ്മളുടെ അകത്ത് വസിക്കുന്ന ദൈവ മഹത്വത്തിനെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരായി തീരുമോ, ആ ബോധത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വചനം ഒരു വശത്തുനിന്ന് കേൾക്കും, മറ്റു വശത്തുനിന്ന് ബലഹീനതയ്ക്കകത്ത് പെട്ടുപോകുന്നത് നാം ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിച്ചാൽ ഹല്ലേലൂയ വീഴാതെ തെന്നിപ്പോകാതെ എന്നെ സൂക്ഷിക്കാൻ മതിയായവനാ. ഹല്ലേലൂയ. നമ്മൾ എവിടെ പോയാലും നമ്മളെ സൂക്ഷിക്കാൻ, വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ മതിയായവനാ കർത്താവ്. ഈ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കും തോറും, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ബോധമുള്ളവരായി നമ്മൾ ആശ്രയിക്കും തോറും കർത്താവിന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വവും ശക്തിയും വെളിപ്പെടുത്താൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവെ വീഴാതെ സൂക്ഷിക്കണമെന്നല്ല, എൻ്റെ അകത്ത് വാഴുന്ന ദൈവത്തിന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കും, എൻ്റെ കർത്താവിന്റെ ശക്തിയാൽ ഞാൻ അതിനകത്ത് പെട്ടുപോകത്തില്ല എന്ന് നമ്മൾക്ക് ഉറപ്പോടെയും ധൈര്യത്തോടെയും നമുക്ക് വിളിച്ചു പറയാമെങ്കിൽ നമ്മളെ നിത്യതയോളം സൂക്ഷിച്ച് പരിപാലിക്കാൻ മതിയായവനാ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ആ ബോധ്യം, നാം രക്ഷിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിന്റെ കൃപയിൽ നിറഞ്ഞവരാണ്, നമ്മളെ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, ഈ ശക്തിയിൽ ഞാൻ ആശ്രയിക്കും എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ മതിയായവനാ കർത്താവ്. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പൗലോസ് അവിടെ പറയുക, അതിന്റെ 4-ാം വാക്യം, ഐ താങ്ക് മൈ ഗോഡ് ഫോർ യു ആൻഡ് ഫോർ ദ ഗ്രേഷ്യസ് ഗിഫ്റ്റ്സ് ഹി ഹാസ് ഗിവൻ യു നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ് ജീസസ്. 4-ാം വാക്യം ഒന്നും കൂടെ വായിച്ച്. തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അല്ല, 1 കൊരിന്ത്യർ 1:4. നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കൂടെ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ ഒരു ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പറയുന്നുണ്ട്, നൗ ദാറ്റ് യു ബിലോങ് ടു ക്രൈസ്റ്റ് ജീസസ്. നിങ്ങൾ കർത്താവിന്റെ അവകാശികളായതുകൊണ്ട്, ഹല്ലേലൂയ, ബിലോങ്ങിങ്നെസ്, നമ്മൾ കർത്താവിൻ്റെതായതുകൊണ്ട്, ഹല്ലേലൂയ, എന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ പറ്റിച്ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം, നമ്മൾ ബിലോങ് ചെയ്യുന്നത് കൊണ്ട്, അവകാശികളായതുകൊണ്ട്, ക്രിസ്തുവിന്റെ പൊസഷൻസ് ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ ദൈവം നമ്മളുടെ മേൽ അവകാശം പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, നമ്മൾ ബിലോങ് ചെയ്യുന്നത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവം നമ്മളെ നിറച്ചു വെച്ചിരിക്കുക. സ്തോത്രം. വചനം പറയുന്ന റോമൻസ് 8:1 പറയുന്നു, നാം ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് ശിക്ഷാവിധിയില്ല. പക്ഷെ നമ്മളെ എന്തുവാണ്? നമ്മളെ ആത്മാവിനാൽ നിറച്ച് വെച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ആത്മാവിനാൽ നിറഞ്ഞവരാ. നമുക്ക് വേണ്ട ക്രിസ്തുവിന്റെ കൃപാവരങ്ങള് നമ്മളിലുണ്ട്. 7-ാം വാക്യം നമ്മളോട് പറയുന്നു, now you have every spiritual gift you need as you eagerly wait for the return of our Lord Jesus Christ. 1 കൊരിന്ത്യർ 1:7. ഹല്ലേലൂയ. അത് വായിച്ചു. 1:7. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും ഒരു കൃപാവരത്തിലും ഒരു കുറവുമില്ലാത്തവര്
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷ കാത്തിരിക്കുന്ന നമ്മളെ പ്രത്യക്ഷത, ഹല്ലേലൂയ, വീണ്ടും വരവ് നെ കാത്തിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അന്ന് കൊരിന്ത്യർ സഭയോട് എഴുതിയത് ഇന്നും നമ്മളോട് പറയുക. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ആത്മാവ് നമ്മളിൽ ഉള്ളത് കാരണം ഹല്ലേലൂയ നമ്മളിൽ ഒരു കൃപയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ഒന്നും കൂടെ അത് മലയാളത്തിൽ വായിച്ചേ. അതിന്റെ ഇങ്ങനെ നിങ്ങൾ ഒരു ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി എന്ന് പറഞ്ഞ് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത വ്യക്തിയാ ഞാന്. ഹല്ലേലൂയ. കൃപാവരത്തിലും കുറവില്ലാത്ത വ്യക്തിയായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നമ്മൾ കർത്താവിനെ കാത്തിരിക്കുന്നവരാ. വചനം നമ്മളോട് ഉറപ്പ് പറയാ, നമ്മളിൽ ഒരു കൃപാവരത്തിനും കുറവില്ല. ഹല്ലേലൂയ. എൻ്റെ അകത്ത് എപ്പോഴും വരുന്ന ഒരു ധൈര്യപ്പെടുത്തുന്ന ചിന്തയാ. ഞാൻ അതെല്ലാവരോടും പറയും. 2000 വർഷം മുമ്പ് ഹല്ലേലൂയ ആ അപ്പസ്തലന്മാരുടെ മേലില് മാളിക മുറിക്കകത്ത് ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവ ഇന്ന് നമ്മളുടെ അകത്തും വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. അന്നുള്ള ശക്തിക്ക് ഇന്നും ഒരു കുറവും ഇല്ല. ഹല്ലേലൂയ. അന്ന് അവരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവിന് അവരെ ആള് മാറ്റിയവരെ പോലെ ആക്കാമെങ്കില് അവരുടെ അകത്തുനിന്ന് സകല കൃപാവരങ്ങളും പുറത്തു വരാമെങ്കില് ഫിലിപ്പോസിനെ കോരിയെടുത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വേണ്ട ദേശങ്ങളിലേക്ക് കൊണ്ടുപോകാമായിരുന്നെങ്കില് ഫ്ലൈറ്റ് വേണ്ടായിരുന്നു, ട്രെയിൻ വേണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു, ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ കോരിയെടുത്ത് കൊണ്ടുപോകാമായിരുന്നെങ്കില് ഹല്ലേലൂയ. പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലേറ്റിട്ട് രോഗികൾക്ക് സൗഖ്യമാകാൻ പറ്റുമായിരുന്നെങ്കില് പൗലോസിന്റെ തൂവാലയും കൊണ്ട് പൗലോസിന്റെ ദേഹത്ത് വെച്ച തൂവാല രോഗികളുടെ മേൽ വീണപ്പോ അവർക്ക് സൗഖ്യമാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവും സെയിമ, ഒരു വ്യത്യാസവുമില്ല. പിന്നെന്താ അത്ഭുതങ്ങള് നടക്കാത്തത്? ഹല്ലേലൂയ. പിന്നെന്താ നമ്മളുടെ കുടുംബങ്ങൾക്കകത്ത് വ്യത്യാസങ്ങൾ വരാത്തത്? നമ്മൾ ടാപ്പ് ചെയ്യാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. നമ്മൾക്ക് ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാ. നമ്മൾ വീണ്ടും ലോകത്തിനെ കാണുമ്പോൾ ലോകത്തിന്റെ സാഹചര്യങ്ങൾ കണ്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. നമ്മളോട് ദൈവവചനം പറയുക, ഇതേ കൃപാവരങ്ങള് നമ്മളിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് പറ്റിച്ചേരും തോറും ഈ ശിഷ്യന്മാരും ഈ പൗലോസും ഒക്കെ അപ്പസ്തലന്മാരും ഒക്കെ അവരൊരു കാര്യം തിരിച്ചറിഞ്ഞു. അവർ യേശുവിലായവരെ പോലെ ജീവിക്കണം. ലോകത്തിനെ മുറിച്ചു മാറ്റി എവിടൊക്കെ മ്ലേച്ഛതയുണ്ടായിരുന്നോ അതിനെയൊക്കെ മുറിച്ചു മാറ്റി അവര് വിശുദ്ധിയില് കർത്താവില് ആശ്രയിച്ച് ജീവിക്കുമായിരുന്നു. അവർ ഓരോ ദിവസം ചെല്ലും തോറും കൃപയിൽ അവർ വളരുമായിരുന്നു. നാം ഓരോരുത്തരും നമ്മളെ തന്നെ നോക്കണം. നമ്മൾ ദിവസം ചെല്ലും തോറും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരും തോറും നമ്മൾ കൃപയിലും വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിലും പകർന്നിരിക്കുന്ന സെയിം ആത്മാവ, അതേ ആത്മാവിന്റെ കൃപകളെല്ലാം നമ്മളുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ഇവിടെ പറയുക, ഹല്ലേലൂയ, നമ്മളെ ഓരോരുത്തരെയും പുത്രനോടുമായി ഒരു ബന്ധത്തില് ഒരു കൂട്ടായ്മയ്ക്കകത്തേക്കാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ സകല കൃപാവരങ്ങളിലും നിറച്ച് ഹല്ലേലൂയ നമ്മളെ ഒരു നല്ല കൂട്ടായ്മ ബന്ധത്തിനകത്തേക്ക് ക്രിസ്തു യേശുവിൽ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരു കൃപയിലും കുറവുള്ളവരല്ല. സ്തോത്രം. കർത്താവിന്റെ വചനം 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. നമ്മളെ ക്ഷണിച്ചവരാ. അല്ലെ, നമ്മൾ ഓരോരുത്തരും പേഴ്സണൽ ഇൻവിറ്റേഷൻ ലഭിച്ചവരാ. നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടവര്. നമ്മൾ ഓരോരുത്തരും വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവര്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും കൃപ കൊണ്ട് നിറഞ്ഞവര്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും സ്തോത്രം അവസാന നാൾ വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ മതിയായ കർത്താവിനെയാ നമ്മളെ സേവിക്കുന്നത്. 5 നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. 6 സ്വർഗത്തിലെ സകല കൃപാവരങ്ങളാലും നിറഞ്ഞവരാ. ഹല്ലേലൂയ. 7
കർത്താവ് പറയുന്നു നമ്മളെ ഓരോരുത്തരെയും ബലത്തോടെ നിർത്താൻ മതിയായവരാ. ഹല്ലിയ, സ്തോത്രം. സകല കൃപാവരങ്ങളും കൈകാര്യം ചെയ്യുന്നവരാ. എത്ര നന്മകളാ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇന്ന് ആർക്കെങ്കിലുമൊക്കെ ധൈര്യം ഉണ്ടാവണം. ഇന്ന് ആർക്കെങ്കിലുമൊക്കെ ആ ധൈര്യം, ഞാന് കർത്താവിന്റെ നന്മകളാൽ നിറഞ്ഞ ഒരു വ്യക്തിയാ, ഹല്ലിയ, ഞാൻ കർത്താവിനോട് പറ്റിച്ചേരുന്ന വ്യക്തിയാ, എൻ്റെ അകത്ത് സകല ആത്മീയ കൃപാവരങ്ങളുമുണ്ട്. ഈ 1 കൊരിന്ത്യർ 1:1 തൊട്ട് 9 വരെയും വായിക്കണം, ധൈര്യപ്പെടണം. ഹല്ലിയ, ഈ ബോധ്യം നമ്മുടെ അകത്ത് കയറണം. ഞാനൊരു പ്രത്യേക ഒരു ജീവി തന്നെയാ. ഐ എം എ സ്പെഷ്യൽ പേഴ്സൺ. ഹല്ലിയ, ഞാനൊരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാ, സാധാരണ വ്യക്തിയല്ല. ഞാൻ പ്രത്യേകതയുള്ളൊരു വ്യക്തിയാ. ഞാൻ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കും തോറും എൻ്റെ അകത്തു നിന്നുള്ള കൃപാവരങ്ങള് കത്തി ജ്വലിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ നിറച്ചിരിക്കുക. നമ്മളെ വിളിച്ചിരിക്കുന്ന 9-ാം വാക്യം പറയുന്നു, വി ഹാവ് ബീൻ കോൾഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവുമായിട്ട് ഒരു കൂട്ടായ്മയ്ക്കകത്തേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മ ആചരണത്തിനകത്ത്, ഹല്ലേലൂയ, കർത്താവിനകത്തുള്ള സകല നന്മകളും നമ്മളുടെ അകത്ത് ഇട്ടു തന്നിട്ടുണ്ട്. ഈ പാർട്ട്ണർഷിപ്പിനകത്ത് വില മൊത്തം കൊടുത്തത് യേശുവ. നമ്മൾ ആ നന്മ അനുഭവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ വചനത്താൽ ഹല്ലേലൂയ, കാഴ്ചപ്പാടുകളും ചിന്തകളും മാറട്ടെ. ഞാൻ ക്രിസ്തുവിൽ നിറഞ്ഞവനാ, ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാ, ക്രിസ്തുവിൽ കൃപകളാൽ നിറഞ്ഞ ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. എന്നെ പ്രത്യേകമായി വന്ന് ഇൻവൈറ്റ് ചെയ്ത് എന്നെ ആക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വിലയേറിയതാ ദൈവത്തിന്. അതുകൊണ്ട് ദൈവം പേഴ്സണലായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് സ്വർഗരാജ്യത്തിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. ഈ വിളിയും തെരഞ്ഞെടുപ്പും ഒരിക്കലും മറന്നു പോകല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.